മുൻകാലത്തെ ക്ലയൻസും അതുപോലെ ഇന്നത്തെ ക്ലയൻസും തമ്മിലുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സർ? ഓക്കെ, ഇപ്പം ഓൺലൈൻ സിസ്റ്റം വന്നിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു കോവിഡിന് ശേഷമാണ് ഓൺലൈൻ കൂടുതലായിട്ട് സമ്പ്രദായം നമ്മളെ വീടുകളിലൊക്കെ എത്തിക്കഴിയുന്നത്. കാരണം മുൻകാലങ്ങളിൽ നമ്മളെ വീടുകളിൽ ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ഉള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം എല്ലാവരും ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് എത്തി. നമ്മളെ മീറ്റിങ്ങുകളും നമ്മുടെ എല്ലാ പ്രോഗ്രാംസും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓൺലൈൻ സിസ്റ്റം. ഇതുകൊണ്ട് തന്നെ കുട്ടികളിലും അത് നമ്മളുടെ ഫാമിലിയിലും അവരുടെ നോളജ് കൂടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു ക്ലയൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് മുൻകാലങ്ങളിലുള്ള ക്ലയൻറ്റിനേക്കാളും എത്രയോ ഡിഫറെൻ്റ് ആയിട്ടാണ് അവരെ കാണുന്നത്. അവർക്കെല്ലാം നോളജും ഇതിനെപ്പറ്റി കൃത്യമായി പഠിച്ചാൽ വരുന്നത്. കാരണം ഇന്ന് ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ സിസ്റ്റമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് അവർക്ക് അറിയാം. പക്ഷേ ഇവിടെ വരുന്ന ചെറിയൊരു പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കാരണം അവർ പഠിച്ചതെല്ലാം ഞങ്ങൾ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരെ തോട്ട്സ് വേറെയാണ്, ഞങ്ങളുടെ തോട്ട്സ് വേറെയാണ്. ഞങ്ങൾ ഓൾറെഡി കൺസൾട്ടൻസിയാണ്, ഡിസൈനേഴ്സാണ്. അപ്പോൾ നമ്മൾ തോട്ട്സ് വേറെയാണ്. അപ്പോൾ നമ്മൾ തോട്ട്സിലേക്ക് ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം അവർ കുറേ ഓൺലൈൻ ഡിസൈനിങ്ങും അല്ലെങ്കിൽ ഒരുപാട് മാഗസീൻസും ഇതൊക്കെ അവർ നെറ്റിൽ പഠിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. സോ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വെരി ഡിഫിക്കൽട്ട്. സോ അതിന് ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒരു കോഫി ടേബിൾ ഡിസ്കഷനിൽ അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം. അപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നോളജുള്ളതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ ആ ഫാമിലിയെ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി അതിൻ്റെ അവയർനെസ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ടോട്ടലി ഞങ്ങളൊന്ന് സിങ്കാവും. അപ്പോൾ നമുക്ക് അവിടെ വളരെ ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഔട്ട്പുട്ട് വളരെ കൃത്യമായി ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് ഇപ്പോൾ സ്കൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.